2026 മെയ് 1 ലോക തൊഴിലാളി ദിനം. അതെ, ഏകദേശം 80 രാജ്യത്ത് ആഗോളമായിട്ട് ഇന്ന് തൊഴിലാളി ദിനം ആഘോഷിക്കുന്നു, ഇന്ത്യ ഉൾപ്പെടെ. അതേസമയത്ത് എനിക്ക് തോന്നുന്നു അമേരിക്കയിലും കാനഡയിലും സെപ്റ്റംബറിലാണ്. അപ്പോൾ ലോക തൊഴിലാളി ദിനം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ വളരെയധികം ആൾക്കാർ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്. അതെ, ഫ്രീ ആയിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള അവസരം, അതുപോലെ തന്നെ ജോലിക്കനുസരിച്ചുള്ള വേതനം, മറ്റാനുകൂല്യങ്ങളും, ജോലി ചെയ്യാനായിട്ടുള്ള സേഫ് വർക്ക് പ്ലേസും. അതായത് ഈ 2026 മെയ് ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് എൻഷുവർ സേഫ് സൈക്കോ സോഷ്യൽ വർക്ക് എൻവയോൺമെൻറ്റ് അല്ലേ. നമ്മുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിലും കൂടുതൽ ടൈം ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ജോലി സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ജോലി സ്ഥലം സേഫായിട്ടിരിക്കേണ്ടത് വളരെ ആവശ്യമല്ലേ. ആ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ മാത്രമല്ല, ഇമോഷണലി, സൈക്കോളജിക്കലി ആൻഡ് സെക്ച്വലി. അപ്പോൾ അത് നമുക്കെല്ലാവർക്കും നേടിത്തടുക എന്നുള്ളത് നമ്മുടെ ജോലി ചെയ്യുന്ന മാനേജ്മെൻറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും കടമയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ടോക്സിക് വർക്ക് എൻവയോൺമെൻറ്റ്. അതായത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഓരോരുത്തരും ജോലി ചെയ്യുന്നതിൻ്റെ അവരുടെ കഴിവനുസരിച്ചും അവരുടെ ജോലിയുടെ ആത്മാർത്ഥത അനുസരിച്ചും വേണ്ട റെസ്പെക്റ്റും അച്ചീവ്മെൻറ്റും അതുപോലെ തന്നെ അവരെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് അല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മളെക്കാളും കഴിവുള്ളവരാണ്, നന്നായിട്ട് ജോലി ചെയ്യുന്നവരാണ്. അവരെ അക്നോളജ് ചെയ്ത് അവരുടെ കഴിവിനെ അംഗീകരിക്കാൻ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ അവരിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് പഠിച്ച് നമ്മളും ബെറ്റർ ആകാൻ നോക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് ഈ ലേബർ ഡേയിൽ പറയാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. ചെറിയ ജോലിയിൽ നിന്നോ വലിയ ജോലിയിൽ നിന്നോ വ്യത്യാസമില്ല. ഏത് ജോലി ചെയ്യുന്നവനെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതായത് ഓരോരുത്തർക്കും അവരവരുടെ കഴിവും അവരുടെ അഭിരുചിയും അനുസരിച്ച് അവരുടെ എഡ്യൂക്കേഷനും അനുസരിച്ച് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. എന്ത് ജോലിക്കും അതൊരിക്കലും മതത്തിൻ്റെയോ ജാതിയുടെയോ സെക്സിൻ്റെയോ പേരിലായിരിക്കില്ല. ഓരോരുത്തരുടെ കഴിവും അഭിരുചിയും അനുസരിച്ച് അവർക്കിഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ജോലിയാണ് നല്ലത്, ഏതാണ് ഇൻട്രസ്റ്റ് എന്ന് ഒരു പക്ഷേ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് കഴിവതും ചെറുപ്രായത്തിലെ തന്നെ പല ജോലികളിലേക്കും ഒരു എക്സ്പോഷർ, ഓരോ ജോലിയെപ്പറ്റിയും അറിയാനായിട്ടുള്ള അവസരം കൊടുക്കുക. ജോലി എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഉള്ളൂ അവർക്ക് ജോലിയെപ്പറ്റി മനസ്സിലാക്കാനും ചെയ്യാനും അതിനോടുള്ള ഇൻട്രസ്റ്റും തോന്നത്തുള്ളൂ. അതെ, ഈ സമയത്താണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ അത്യാവശ്യം. അതെ, സ്കൂളിലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് തന്നെ മനസ്സിലാകും. ഒരു ഹൈസ്കൂളൊക്കെ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ്, എൻ്റെ കഴിവെന്താണ്, ഏത് ജോലി ചെയ്യാനാണ് ഇഷ്ടം, ഇത് അവർക്ക് മനസ്സിലാക്കാൻ ഒരവസരമായിട്ട് കിട്ടും. ഇത് മാത്രമല്ല, ഇനി വളർന്നു വരുന്ന കാലങ്ങളിലൊക്കെ എല്ലാവരും വൈറ്റ് കോളർ ജോലി മാത്രം നോക്കിയാൽ നമ്മുടെ മാവേ കയറി മാങ്ങ പറിക്കാനോ തെങ്ങേ കയറി തേങ്ങ ഇടാനോ നമ്മുടെ വീട്ടുജോലിക്കോ നമ്മൾക്ക് ആരെയും കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വിചാരിക്കണം, നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും സ്വയം പര്യാപ്തരാകണം. ഇത് മാവേൽ കുറച്ച് പേർക്കേ ഉള്ളൂ കയറാൻ പറ്റത്തുള്ളൂ, തെങ്ങേ കുറച്ച് പേര്, അല്ല വീട്ടുജോലിക്കായി കുറച്ച് പേര്, അങ്ങനെയല്ല. എല്ലാ ജോലിയും ചെയ്യാൻ എല്ലാവരും സന്നദ്ധരായിരിക്കണം. അതായത് ഇനിയുള്ള കാലങ്ങളിലൊക്കെ അത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ ഞാനിവിടെ അമേരിക്കയിൽ ഞാൻ കാണുന്നത് കൊച്ചു കുട്ടികളാകുമ്പോൾ തന്നെ കുട്ടികളെല്ലാവരും അവനവർക്ക് ചെറിയ ചെറിയ ജോലികൾ ആവുന്ന വിധത്തിൽ ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഞാൻ പറയുമ്പോൾ ഇപ്പം ഇന്ത്യൻ പേരൻസിനെയും അമേരിക്കൻ പേരൻസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് അമേരിക്കൻ പേരൻസൊക്കെ കുട്ടികളെ ചെറുപ്രായത്തിലെ തന്നെ നമ്മളെക്കാളും വളരെ കെയറിങ് ആണ്. കാരണം ഞാൻ കാണുന്നത് അവർ കെയറിങ് എന്ന് പറഞ്ഞാൽ അവർ കുട്ടികൾക്ക് കൂടുതൽ എക്സ്പോഷർ കൊടുക്കുന്നു. അവരെ ചെറുപ്രായത്തിലെ തന്നെ വളരെ സ്പോർട്സ് ആക്ടിവിറ്റിയിലും ആർട്സ്, സ്പോർട്സ്, അതായത് സ്കൂളൊക്കെ കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര ബിസിയാണ്. വീക്കെൻഡിലും കുട്ടികൾ ഭയങ്കര ബിസിയാണ്. അവർ സ്വിമ്മിങ്ങിനും ബേസ്ബോൾ, ബാസ്ക്കറ്റ് ബോൾ ഇങ്ങനെ പ്രാക്ടീസ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെല്ലാം പേരൻസും
കുട്ടികളെ കൊണ്ടുപോകുന്നത് കാണാം. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കാണുന്ന ഇന്ത്യൻ പേരൻസ് അത്രത്തോളം എക്സ്പോഷർ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. പക്ഷേ ഇതിലും എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഈ മാതാപിതാക്കൾ തന്നെ കുട്ടികൾ ഹൈസ്കൂൾ ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് കിക്ക് ഔട്ട് ആക്കുന്നത് ഞാൻ കാണാം. ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സ്വയമായിട്ട് നോക്കുക. അപ്പം ഞാൻ കുട്ടികളെ കാണുമ്പോൾ ഈ ഹൈസ്കൂളിലുള്ള കുട്ടികൾക്ക് വളരെയധികം ആൻസൈറ്റി ഉള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർ ഹൈസ്കൂൾ മുതലേ അവരുടെ ചിന്ത ഇങ്ങനെയാണ്, ഹൈസ്കൂൾ കഴിഞ്ഞ് ഇനി കോളേജിലോട്ട് പോകുമ്പോൾ കോളേജ് ഫീസിനുള്ള പൈസ ഉണ്ടാക്കണം, ഇനി വണ്ടി മേടിച്ചാൽ വണ്ടിയുടെ പേയ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ഇൻഷുറൻസിൻ്റെ പേയ്മെൻ്റ് ഉണ്ട്, താമസിക്കാനുള്ള വീടിൻ്റെ പേയ്മെൻ്റ് ഉണ്ട്, ഇങ്ങനെ കുറേ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട് അവർക്ക്. അപ്പം അതിനുള്ള പൈസ അവർ ഹൈസ്കൂൾ മുതലേ ജോലി ചെയ്ത് ഉണ്ടാക്കാൻ നോക്കും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ പേരൻസും നമ്മുടെ കുട്ടികളും അത്രയ്ക്ക് വറീഡായിട്ടോ അത്രയ്ക്ക് ജോലിയൊക്കെ ചെയ്ത് എക്സ്പോഷറായിട്ടോ അത്രയ്ക്ക് വളരെയധികം ഞാൻ കാണുന്നില്ല. നമ്മുടെ നാട്ടിലും അങ്ങനെയല്ലേ, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്തു കൊടുക്കുകയാണ്. അത് നമ്മൾ മാറ്റണം. ചെറുപ്രായത്തിനെ തന്നെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കണം. അവർ ചെറിയ ചെറിയ ജോലികൾ ചെറുപ്പം മുതലേ ചെയ്താൽ പിന്നെ അതൊരു ഹാബിറ്റാകും. അവർക്ക് മറ്റൊരാളില്ലെങ്കിലും, അതായത് വീട്ടിൽ എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, ഒരു പ്ലംബിംഗ് ജോലിയാണെങ്കിൽ ഒരു പ്ലംബർ അവൈലബിൾ അല്ലെങ്കിൽ അത് സ്വയമായിട്ട് നോക്കി ഫിക്സ് ചെയ്യാനായിട്ട് അവർക്കതിനുള്ള കഴിവ്, അതിനെ നമ്മൾ പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പം ഇവിടെ ഞാൻ കാണുന്നത്, ഇവിടെയുള്ള പല കുട്ടികളും ചെറുപ്രായം മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പോഷറായിട്ട് ഇതെല്ലാ ജോലികളും ചെയ്യാൻ റെഡി ആയിട്ടാണ് വരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ ഞാൻ ഒരു ദിവസം കണ്ട് ഞങ്ങളുടെ ബാത്റൂമിൻ്റെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ ഉടനെ തന്നെ പ്ലംബറെ വിളിച്ച് അത് ഫിക്സ് ആക്കാൻ നോക്കും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഡോക്ടർ പെട്ടെന്ന് തന്നെ അതെല്ലാം തുറന്ന് ഫിക്സ് ചെയ്യുന്നത് എനിക്ക് അത് വളരെ അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്കത് ചെയ്യാനും അറിയത്തില്ല, അഥവാ ആണെങ്കിലും അത് ചെയ്യാനായിട്ടുള്ള ഞാൻ മാനസികമായിട്ട് റെഡിയല്ല. അപ്പം ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓരോ ജോലികൾക്കും അതിൻ്റേതായ റെസ്പെക്റ്റ് ഉണ്ട്. നമ്മളെല്ലാവരും എല്ലാ ജോലിയും ചെയ്യാൻ പഠിച്ചിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ വല്യമ്മച്ചിക്ക് പച്ചക്കറി കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറി ചന്തയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്നെയും എൻ്റെ ബ്രദറിനെയൊക്കെ കൊട്ടയിൽ പച്ചക്കറി വെച്ച് ഞങ്ങളുടെ തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് പോകുമായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നത്, ആൾക്കാർ കാണുന്നതുമല്ല, ഈ ചുമന്നുകൊണ്ട് പോകുന്നതും അത് എൻ്റെ വലിയ കാര്യമായിട്ടും ഒരു നാണക്കേടായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഹോട്ടലൊക്കെ പണിയുമ്പം അങ്ങോട്ടുള്ള വെള്ളം കോരലും മെറ്റൽ അടിയിപ്പിക്കാനും മണ്ണ് ചുമക്കാനും മണൽ ചുമക്കാനും ഒക്കെ ഞങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അന്നൊക്കെ അതെനിക്കൊരു ബാലവേലയായിട്ടാണ് തോന്നിയത്. പക്ഷേ എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റും, പിന്നീട് ഉള്ള ജീവിതത്തിൽ നേഴ്സിംഗ് ജോലിയൊക്കെ വളരെ കഷ്ടപ്പാടായിരുന്നു. പക്ഷേ ആ കഷ്ടപ്പാടൊക്കെ എനിക്ക് അത്രയ്ക്ക് പ്രയാസമായിട്ട് തോന്നിയില്ല. കാരണം ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ജോലികളൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല സ്ട്രോങ് ആയിട്ട്, അപ്പോൾ നേഴ്സിങ്ങിൻ്റെ ജോലിയിലെ ബുദ്ധിമുട്ട് കാണുമ്പോൾ ഞാൻ ഓർക്കും, അല്ല ഇതിലും കഷ്ടപ്പാടുള്ള ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഒന്നുമല്ല. അങ്ങനെ അതെന്നെ ചെറുപ്പത്തിൽ തന്നെ ഈ ജോലികളൊക്കെ ചെയ്തത് എന്നെ കൂടുതൽ സ്ട്രോങ് ആക്കുവാണ് ചെയ്തത്. അപ്പോൾ എനിക്കും നിങ്ങളോട് പറയാനായിട്ടുള്ളത്, കുട്ടികളെയൊക്കെ ചെറുപ്രായത്തിലെ തന്നെ അവരെ കൊണ്ടാകുന്ന ജോലികളൊക്കെ ചെയ്യിപ്പിച്ച് അവരെ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്ട്രോങ് ആക്കുക. പിന്നെയും പറയാനായിട്ടുള്ളത്, ഓരോ ജോലിക്കും അതിൻ്റേതായ അഭിമാനമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ കഴിവും അവരവരുടെ എബിലിറ്റിയും അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷനും അനുസരിച്ച് ജോലി ചെയ്യാൻ, ഫ്രീ ആയിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ജോലിയിൽ എക്സെപ്ഷണലായിട്ട്, അതായത് നന്നായിട്ട് ജോലി ചെയ്യുന്നവരെ റിക്കഗ്നൈസ് ചെയ്യുക, അവർക്ക് വളരാനും ഉയരാനുമുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അത് കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും ആരുടെ കഴിവിനെയും സപ്രസ് ചെയ്യരുത്. ഓരോരുത്തർക്കും അവരവരുടെ കഴിവനുസരിച്ച് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഓരോരുത്തരുടെയും കഴിവ് അത് നമ്മുടെ ജോലി സ്ഥലത്തിനും നമ്മുടെ നാടിനും പ്രയോജനകരമാകത്തക്ക വിധത്തിൽ ഉപയോഗിക്കാനായിട്ട് പഠിക്കുക. അതാണ് നമ്മുടെ മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും ചെയ്യേണ്ടത്. കൂടെ ജോലി ചെയ്യുന്നവരും സപ്പോർട്ട് ഈച്ച് അതർ, ഓരോരുത്തരുടെ കഴിവ് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുക. നമുക്ക്
ആരിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാം. ഓരോ ദിവസവും ഓരോ പുതിയ ദിവസമാണ്. ഓരോ പുതിയ ദിവസവും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ്. അത് പഠിക്കുന്നത് അതിലൊരു ഏജ് ഒരു മാറ്റമല്ല. ഒരുപക്ഷെ നമ്മളെക്കാളും യങ്ങായിട്ടുള്ള ആൾക്കാരിൽ നിന്നായിരിക്കും നമുക്ക് പഠിക്കേണ്ടത്. ചിലപ്പോൾ നമ്മളെക്കാളും ഓൾഡായിട്ടുള്ള ആൾക്കാരിൽ നിന്നായിരിക്കും നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും ജോലി സ്ഥലത്തോട്ട് പോകുമ്പോൾ ഒരു ഓപ്പൺ മൈൻഡായിട്ട്, ഒരു ടോക്സിക് അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കാതെ, ഓപ്പൺ മൈൻഡായിട്ട് വില്ലിങ് ടു ലേൺ, ഹെൽപ്പ് ടു ഈച്ച് അതർ, അങ്ങനെ അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഓരോ ജോലിക്കാർക്കും സേഫായിട്ട് സൈക്കോ സോഷ്യൽ ഫൈനാൻഷ്യൽ സേഫായിട്ടുള്ള എൻവയോൺമെൻറ്റ് പ്രദാനം ചെയ്യുക. ഇതാണ് എനിക്ക് നിങ്ങളോട് ഈ മെയ് ദിനത്തിൽ പറയാനായിട്ടുള്ളത്. അതെ, വൺസ് മോർ, സകല ലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ. അതെ, നമുക്ക് ഇനിയും കൂടുതൽ നല്ല നല്ല തൊഴിൽ അവസരങ്ങളും തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യങ്ങളും, അങ്ങനെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും വരട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.